നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് 3 വർഷത്തെ ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അതായത് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, പിന്നെയുള്ള 2 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസും. ഇതല്ലാതെ നമുക്ക് 3 വർഷവും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽ കല്ലമ്പള്ളിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, ബമ്പർ ടു ബമ്പർ ആദ്യത്തെ 1 വർഷം മാത്രമല്ലേ ഉള്ളൂ, പിന്നീട് 2 വർഷവും തേർഡ് പാർട്ടി. ഈ 2 വർഷം കൂടി ബമ്പർ ടു ബമ്പർ കിട്ടാൻ നമ്മൾ അധികം പ്രീമിയം അടയ്ക്കണം. യെസ്, കറക്റ്റാണ്. അന്നേരം കസ്റ്റമർ അധികം സാമ്പത്തിക നഷ്ടം അഭിമുഖീകരിക്കില്ലേ? അതായത് നേരത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രീമിയം അടയ്ക്കാമായിരുന്നു, എന്നാൽ ഇപ്പോൾ 2-3 വർഷം പ്രീമിയം ഒരുമിച്ച് വാങ്ങുന്നു. എന്നാൽ ഇപ്പോൾ 2-3 വർഷം പ്രീമിയം ഒരുമിച്ച് വാങ്ങുന്നു, എന്നാൽ നമുക്ക് വേണ്ടത് കിട്ടുന്നുമില്ല. ഇത് നഷ്ടക്കച്ചവടമല്ലേ? ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നഷ്ടക്കച്ചവടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഡ് വാറൻറ്റിയുടെ ഒരു എക്സാമ്പിൾ തൊട്ട് ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ ഒരു വാഹനത്തിന് എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് എക്സ്റ്റൻഡ് വാറൻറ്റി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം കയ്യിൽ നിന്ന് വരത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴാണ് നമ്മൾ ആ എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കൂടും. സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കുന്നതെങ്കിൽ എമൗണ്ട് കുറച്ചുകൂടെ നല്ലൊരു ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച്, അതായത് ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് ഇതിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഏകദേശം നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുന്നത്, കാരണം 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിടാന്നുണ്ടെങ്കിൽ, അതായത് ഈ 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് എടുത്തിടുന്നതെങ്കിൽ, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ക്ലെയിമോ കാര്യങ്ങളൊക്കെ വന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് വേറെ അഡീഷണൽ ചാർജ് ഒന്നും അടുത്ത ഇൻഷുറൻസ് റിന്യൂവലിൻ്റെ സമയത്ത് വരുന്നതായിരിക്കത്തില്ല. കാരണം 3 വർഷം വരെ നമുക്ക് ഇൻഷുറൻസ് കിടക്കുക, റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തേർഡ് പാർട്ടി പ്രീമിയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒരു ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകത്തില്ല. ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ചാർജ് കൂടുകയാണെങ്കിൽ, അതായത് തേർഡ് പാർട്ടി ഇപ്പോൾ 3 വർഷം വരെ ഉണ്ട്, അപ്പോൾ തേർഡ് പാർട്ടി ഞാൻ പറയുന്നത് ശരിയല്ല, അത് മാറ്റി വെച്ചേക്കാം. ഇൻഷുറൻസിൽ എന്തെങ്കിലും ഹൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇൻഷുറൻസ് റേറ്റിന് എന്തെങ്കിലും ഹൈക്ക് ഉണ്ടായാൽ ഒരു കാരണവശാലും നമ്മുടെ ഇൻഷുറൻസിന് അത് ബാധിക്കത്തില്ല. അതായത് 3 വർഷം വരെ നിങ്ങൾ ആ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അഡീഷണൽ ചാർജ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, സാമ്പത്തികം ഉണ്ടെങ്കിൽ, ഇപ്പം അത് ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമാണ്, സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു 3 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തിടുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് 3 വർഷത്തേക്ക് ഇൻഷുറൻസ് തന്നെ അവർ തരത്തുള്ളൂ. കാരണം ഫസ്റ്റ് ഇയർ ബമ്പർ ടു ബമ്പറും ബാക്കി 2 വർഷം തേർഡ് പാർട്ടിയും കൂടിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് കഴിവതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ എടുത്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്.